അപ്പോൾ ഇന്നത്തെ കഥ ഈ ഒരു ബ്രഷ് പെൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 2 ആഴ്ചത്തോളമായിട്ടുണ്ട്. ഇന്നാണ് ഒന്ന് സമാധാനപൂർവ്വം ഒന്ന് എടുത്ത് നോക്കാൻ പോലും പറ്റിയത്. കാരണം ഇത്ര ദിവസം എക്സാം ആയിരുന്നേ, അതിൻ്റേതായ നല്ല ക്ഷീണമുണ്ട്. എന്തായാലും ഇന്ന് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഈ ഒരു സംഭവം കണ്ടപ്പോൾ വെറുതെ വിടാൻ തോന്നിയില്ല. എന്തായാലും പിൻട്രസ്റ്റ് ഒന്ന് തപ്പി വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാലും വാങ്ങി വെച്ചതല്ലേ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, ഈ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് ഡ്രോയിങ്ങോ പെയിൻറ്റിങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ ഈ ബ്രഷ് പെൻ ഓർഡർ ചെയ്തപ്പോൾ പേസ്റ്റൽ കളറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പെയിൻറ്റ് അടിച്ച് വന്നപ്പോഴേക്കും അത് വേറെ കളറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അല്ല, സംഭവം ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. പോകെ പോകെ എനിക്ക് മനസ്സിലായി തുടങ്ങി ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്, സാധാ സ്കെച്ച് പെന്നോ പോലെയല്ല എന്നൊക്കെ മനസ്സിലായി തുടങ്ങി. ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് പേജ്, അതായത് സ്കെച്ച് ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് ഞാൻ ബ്ലാങ്ക് ആക്കി ഇട്ടേക്കാണ്. അവിടെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം, യൂണീക്കായിട്ട് ചെയ്യണം എന്നൊക്കെ. എന്നാൽ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യണത് സ്കെച്ച് ബുക്കിൻ്റെ ഫസ്റ്റ് പേജിലാണ്. സംഭവം ഞാൻ മനഃപൂർവ്വം ചെയ്തതെന്നല്ല, തുറന്നു വന്നപ്പോൾ ആ ഒരു ധൃതിയിൽ അങ്ങനെ ചെയ്തു പോയതാണ്. ഈ ഒരു പാർട്ടൊക്കെ എത്തിയപ്പോഴേക്കും എനിക്ക് ബ്രഷ് പെൻ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്, ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ് അത്യാവശ്യം ഈസി ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റേ പെയിൻറ്റിങ് പോലെ ഗ്രീൻ കൊടുക്കുമ്പോൾ, ഒരു പീസ്റ്റൽ ഗ്രീൻ കൊടുക്കുമ്പോൾ ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലവ് ഒക്കെ വരയ്ക്കുന്ന ടൈമിൽ ഞാൻ റെഫറൻസ് ഇല്ലാണ്ട്, അതായത് ഔട്ട്ലൈൻ ഇല്ലാണ്ട് തന്നെ ഞാൻ വരയ്ക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പോകെ പോകെ ഇതെങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്, ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പാലറ്റിലുള്ള എല്ലാ സ്കെച്ച് പെൻസും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പെയിൻറ്റിങ്ങിൽ വേണ്ടിയിട്ട്. ഈ വീഡിയോയിൽ എൻ്റെ സൗണ്ട് ഇങ്ങനെ മാറി മാറി ഇരിക്കുന്നുണ്ടായിരിക്കും, കാരണം ഞാൻ അത് രാത്രിയിലാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണം. അപ്പോൾ സൗണ്ട് ഇങ്ങനെ ചെറുതായിട്ട് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാട്ടോ. ഈ പിങ്ക് കളർ ഞാൻ ഫസ്റ്റ് അടിച്ചപ്പോൾ ഒരു ഡാർക്ക് പിങ്ക് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അടിച്ചപ്പോൾ അത് കറക്റ്റ് ആ പേസ്റ്റൽ കളറായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഔട്ട്ലൈൻ ഒന്നും ഇല്ലാണ്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ലവ് ആണ് ഈ കാണുന്നത്. അപ്പോഴേക്ക് കറക്റ്റായിട്ട് ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയെന്ന് മനസ്സിലായപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. നമ്മളെ പെയിൻറ്റ് ബ്രഷിനേക്കാളും സുഖമാണ് ഈ ഒരു പാലറ്റ്, ഈ ഒരു സ്കെച്ച് പെൻ യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പാലറ്റിലുള്ള എല്ലാ സ്കെച്ച് പെൻസും ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോ കളേഴ്സും എങ്ങനെയുണ്ട്, അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് തന്നെ. ഈ വീഡിയോക്ക് മുമ്പിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത്. ഇതൊരു വലിയ ആനക്കാരിയൊന്നും ആയിരിക്കില്ല, എന്നാലും ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഔട്ട്ലൈൻ ഞാൻ ബ്ലാക്ക് പെന്ന് വെച്ചിട്ടാണ് ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നത്. അതൊന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ CD മാർക്കർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പെൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ CD മാർക്കർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാളും ഇത് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അത്രയും സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.